ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 9ാം ക്ലാസ്സിലെ 3 അധ്യായം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 4ാമത്തെ അധ്യായം മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്, ഗുണന സമവാക്യങ്ങൾ. അതിൽ ആദ്യം നമുക്ക് ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. അതായത് എക്സ് വൈ യു വി ഏത് 4 അധിസംഖ്യകളായാലും, അതായത് ഏത് 4 പോസിറ്റീവ് നമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇക്വേഷനാണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു എക്സ് ഇൻറ്റു യു എക്സ് യു പ്ലസ് എക്സ് ഇൻറ്റു വി എക്സ് വി പ്ലസ് വൈ ഇൻറ്റു യു വൈ യു പ്ലസ് വൈ ഇൻറ്റു വി വൈ വി. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ പാഠത്തിലെ കണക്കുകൾ കൂടുതലും എന്ത് ചെയ്യാനുള്ളത്. അതിൽ ആദ്യം ഒരു 2 നമ്പേഴ്സ്, അതായത് ഒരു ചതുരണ്ട്, ആ ചതുരത്തിൻ്റെ നീളം വീതിയും തന്നിട്ടുണ്ട്. ആ നീളം വീതി എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, മൊത്തം 26 സെൻറ്റിമീറ്റർ ഉണ്ട്. അത് 20 സെൻറ്റിമീറ്ററും പിന്നെ ഒരു 6 സെൻറ്റിമീറ്റർ 2 ഭാഗമാക്കി നീളം. അതുപോലെ വീതി 15 10ഉം 5ഉം രീതിയിൽ 2 ഭാഗമാക്കി. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സുകൾ 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10 × 20 ഈ ഭാഗത്തിന്റെ ഏരിയ കിട്ടും. ഈ 10 × 6 പിന്നെ 20 × 15 പിന്നെ 20, ഇനി 6 × ഇവിടെ 5 10 × 5 15. ഇനി 6 × ആദ്യം 20 × 5 എഴുതി, പിന്നെ 6 × 5 എഴുതി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, ഒറ്റ രീതിയിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യുക വെച്ചാൽ 20 + 6 × 10 + 5. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം ചെയ്യുമ്പോൾ 20 × 10 20 × 10 പ്ലസ് 20 × 5 പ്ലസ് 6 × 10 പ്ലസ് 6 × 5 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഈ രീതിയിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ചതുരത്തിൻ്റെ ഏരിയ കിട്ടും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 31 × 51. 31 × 51 എങ്ങനെ എഴുതാൻ പറ്റും, 30 + 1 × 50 + 1. ഇനി 30ഉം 50ഉം തമ്മിൽ ഗുണിക്കുക. 30 × 50 പ്ലസ് 30 × 1 പ്ലസ് 1 × 50 പ്ലസ് 1 × 1. 3 × 5 15 1500 പ്ലസ് 30 × 1 30 പ്ലസ് 1 × 50 50 പ്ലസ് 1. നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 1581 എന്ന് ഉത്തരം കിട്ടും. ഇനി മറ്റൊരു എക്സാമ്പിളാണ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 64 എക്സാമ്പിൾ. 6.5 × 8 1/3. അപ്പോൾ 6.5-നെ 6 + 1/2 എന്ന് എഴുതാം. 8 1/3-നെ 8 + 1/3. അപ്പോൾ നേരത്തെ ഇക്വേഷൻ പ്രകാരം എന്താ, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. ഇതിന് ഓരോ ബ്രാക്കറ്റ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കാണാപ്പാഠം പഠിക്കണ്ട. ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും. എക്സ് ഇൻറ്റു യു എക്സ് ഇൻറ്റു വി വൈ ഇൻറ്റു യു വൈ ഇൻറ്റു വി. അപ്പോൾ ഈ കണക്ക് വഴി ചെയ്യുമ്പോൾ 6 × 8 പ്ലസ് 6 × 1/3 പ്ലസ് 1/2 × 8 പ്ലസ് 1/2 × 1/3 എന്ന് കിട്ടും. 6 × 8 6 × 48 പ്ലസ് 1 × 6 6 6/3. 6-നെ 3 ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ 2 പ്ലസ് 1 8 8 8-ൻ്റെ പകുതി 4 പ്ലസ് 1/2 × 3 6. ഇനി 48ഉം 2ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 50 50 + 4 54 പ്ലസ് 1/6. എന്ത് ചെയ്യുക, പ്ലസ് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ 54
1/6 എന്ന് ഉത്തരം കിട്ടും. ഇനി അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. x+1 ഇൻറ്റു y+1. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, പേജ് നമ്പർ 64. y+1 ആണെങ്കിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുക x ഇൻറ്റു വൈ പ്ലസ് x ഇൻറ്റു 1 x പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു 1 എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി x ഇൻറ്റു വൈ xy, ഇത് രണ്ടും കോൺസ്റ്റൻറ്റുകളാണ്. അപ്പോൾ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ x+y പ്ലസ് 1. ഇങ്ങനെ നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ചോദ്യം 21 ഇൻറ്റു 71. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 20+1 ഇൻറ്റു 70+1. ആദ്യം 20ഉം 70ഉം. 20 ഇൻറ്റു 70 പ്ലസ് 20 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 70 പ്ലസ് 1 ഇൻറ്റു 1. 2 ഇൻറ്റു 7 14. ഈ 2 0 ഇട്ടെടുത്തു. 1400 പ്ലസ് 20 ഇൻറ്റു 1 20 പ്ലസ് 1 ഇൻറ്റു 70 70 പ്ലസ് 1 ഇൻറ്റു 1. നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 20ഉം 70ഉം 90 1400 1491 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്ത ഒരു എക്സാമ്പിളാണ് 81 ഇൻറ്റു 91. 81നെ 80+1 എന്നും 91നെയോ 90+1 എന്ന് എഴുതാം. അപ്പോൾ ആദ്യം 80 ഇൻറ്റു 90 പ്ലസ് 80 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 90 പ്ലസ് 1 ഇൻറ്റു 1 എന്ന് എഴുതാം. ഇനി 8 9 72. 2 zeros ഇട്ട് കൊടുത്താൽ 7200. 80 ഇൻറ്റു 1 80 പ്ലസ് 1 ഇൻറ്റു 90 90 പ്ലസ് 1 ഇൻറ്റു 1 1. ഇനി 7200 പ്ലസ് 80ഉം 90ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞിട്ട് 16 17 170 പ്ലസ് 1. ഇനി ഇത് 3 തമ്മിൽ കൂട്ടിയാൽ 7321 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് മൂന്നാമത്തത്. ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. ചോദ്യം 201 ഇൻറ്റു 401. അപ്പോൾ 201നെ 200+1 എന്നും 401നെ 400+1 എന്നും എഴുതാം. അപ്പോൾ ഗുണിക്കുമ്പോൾ ആദ്യം 200 ഇൻറ്റു 400 പ്ലസ് 200 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 400 പ്ലസ് 1 ഇൻറ്റു 1. 2 4 8 4 zeros പ്ലസ് ഒരു 2 2 zeros പ്ലസ് 1 ഇൻറ്റു 4 4 2 0 പ്ലസ് 1 ഇൻറ്റു 1 1. 2 പ്ലസ് 4 600. അപ്പോൾ 80,000 പ്ലസ് 600 പ്ലസ് 1. അപ്പോൾ 80,601 എന്ന് കിട്ടും. ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസുകളിലെ കുറച്ച് എക്സാമ്പിളുകൾ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി പേജ് നമ്പർ 61 വർക്കൗട്ട് 3 ചോദ്യങ്ങളിലേക്ക് കടക്കാം. പേജ് നമ്പർ 64 ഒന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ചോദ്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, തുടങ്ങണേക്കാട്ടി മുന്നേ ഈ ചോദ്യങ്ങൾ പറയുന്നതിനെക്കാട്ടി മുന്നേ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ചുവടെയുള്ള കണക്കുകൾ മനസ്സിൽ തന്നെ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക. 5 ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ചോദ്യങ്ങളിൽ എഴുതിയെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം പേജ് നമ്പർ 64. പേജ് നമ്പർ 64 ഒന്നാമത്തെ ചോദ്യത്തിലെ ഫസ്റ്റ് ചോദ്യം 71 ഇൻറ്റു 91 ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച 71 എങ്ങനെ മാറ്റുക, 70 പ്ലസ് 1. 91നെ 90 പ്ലസ് 1. ഇക്വേഷൻ എന്താണ്, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. ഇക്വേഷനിൽ കൊടുക്കുക 70 ഇൻറ്റു 90 പ്ലസ് 70 ഇൻറ്റു 1 പ്ലസ്
1 ഇൻറ്റു 90 പ്ലസ് 1 ഇൻറ്റു 1. ഇനി 70 90 7 9 63 2 0 6300. 70 ഇൻറ്റു 1 70. 1 ഇൻറ്റു 90 90 പ്ലസ് 1 ഇൻറ്റു 1 1. 70 പ്ലസ് 90 160. 6300 പ്ലസ് 160 പ്ലസ് 1 6461 എന്ന് ഉത്തരം കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം 42 ഇൻറ്റു 62. അപ്പോൾ 42ന് 40 പ്ലസ് 2. ഇനി 62ന് 60 പ്ലസ് 2. ഇക്വേഷൻ വഴി ചെയ്യുമ്പോൾ 40 ഇൻറ്റു 60 പ്ലസ് 40 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 60 പ്ലസ് 2 ഇൻറ്റു 2. 40 ഇൻറ്റു 6 4 24 2400 പ്ലസ് 80 പ്ലസ് 120 പ്ലസ് 4. 2400 പ്ലസ് 80 പ്ലസ് 120 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80 പ്ലസ് 120 0 8 2 10 1 300 300 1 2 അപ്പോൾ 200 പ്ലസ് 4. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുക 2 4 2604 എന്ന് ഉത്തരം കിട്ടും. ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം 10 ഇൻറ്റു 6. 10 നമുക്ക് 10 പ്ലസ് അര എന്നും 6നെ 6 പ്ലസ് അര എന്നും എഴുതാം. ഇനി ഓരോ ബ്രാക്കറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണ സമയത്ത് 10 ഇൻറ്റു 6 60. ഞാൻ സ്റ്റെപ്പ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ 10 ഇൻറ്റു 6 പ്ലസ് 10 ഇൻറ്റു അര പ്ലസ് അര ഇൻറ്റു 6 പ്ലസ് അര ഇൻറ്റു അര. 10 ഇൻറ്റു 6 60 പ്ലസ് 10 ഇൻറ്റു 1 10. 10/2 അതായത് 10ൻ്റെ പകുതി 5 പ്ലസ് 1 ഇൻറ്റു 6 6. 6ൻ്റെ പകുതി 3 പ്ലസ് 1 ഇൻറ്റു 1 1/2 ഇൻറ്റു 2 4. ഉത്തരം 60ഉം 65ഉം 65 68 68 1/68 പ്ലസ് 1/4 എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം 68 1/4. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം 9.5 ഇൻറ്റു 3.5. അപ്പോൾ 9.5നെ 9 പ്ലസ് 0.5 അത് 0.5 ഇൻറ്റു 3 പ്ലസ് 0.5 എന്ന് എഴുതി. അപ്പോൾ ഇക്വേഷൻ പ്രകാരം 9 ഇൻറ്റു 3 പ്ലസ് 9 ഇൻറ്റു 0.5 പ്ലസ് 0.5 ഇൻറ്റു 3 പ്ലസ് 0.5 ഇൻറ്റു 0.5. ഇനി 9 ഇൻറ്റു 3 27 പ്ലസ് ഇനി 9 ഇൻറ്റു 5 എത്രയാണ്? 9 ഇൻറ്റു 5 45. എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്? ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് ബാക്കിൽ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. പ്ലസ് ഇനി 5 ഇൻറ്റു 3 15. ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്, ബാക്കിൽ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. പ്ലസ് 0.5 ഇൻറ്റു 0.5 5 ഇൻറ്റു 5 25. ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 2 സ്ഥാനം. ബാക്കിൽ നിന്ന് 1 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. ഒരു ഫ്രണ്ടിൽ 0യും കൂടി ചേർത്തു. ഇനി ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം 27 പിന്നെ 4.5 പിന്നെ 1.5 പിന്നെ 0.25 കൂട്ടിക്കഴിഞ്ഞാൽ 5 5 5 10 2 12 2 ബാക്കി 1 7 1 8
8 8 1 9 10 11 12 13 13ന് 3 ബാക്കി 1 2 1 3 ഉത്തരം എത്രയാണ് കിട്ടുക 33.25 എന്ന് ഉത്തരം കിട്ടും. ഇനി അഞ്ചാമത്തെ ചോദ്യം 10 1/4 ഇൻറ്റു 6 1/4. അപ്പോൾ 10 1/4നെ 10 + 1/4 ഇൻറ്റു 6 + 1/4 എന്ന് എഴുതും. അപ്പോൾ ആദ്യം 10 ഇൻറ്റു 6 പ്ലസ് 10 ഇൻറ്റു 1/4 പ്ലസ് 1/4 ഇൻറ്റു 6 പ്ലസ് 1/4 ഇൻറ്റു 1/4. 10 ഇൻറ്റു 6 60 പ്ലസ് 10 ഇൻറ്റു 1 10/4 പ്ലസ് 1 ഇൻറ്റു 6 6/4 പ്ലസ് 1 ഇൻറ്റു 1 1 4 ഇൻറ്റു 4 16. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോന്നിനും ഗുണിക്കണം. അപ്പോൾ കൂട്ടണം. പ്ലസ് 60 പ്ലസ് 10 + 6 10 + 6 16/4. ഇനി 1/6 അതുപോലെ എഴുതി 1/16. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 16/4 16 ഹരിക്കണം 4 16 ഹരിക്കണം 4 4 4 16 കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 60 പ്ലസ് 4 പ്ലസ് 1/16 60 പ്ലസ് 4 64 പ്ലസ് 1/16. എന്ത് ചെയ്യുക? ഈ പ്ലസ് ഒഴിവാക്കിയാൽ 64 1/16. ഇതാണ് പേജ് നമ്പർ 64ലെ 5 ചോദ്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 1400ഉം തുക 81ഉമാണ്. ഇവ ഓരോന്നിൻ്റെയും തൊട്ടടുത്ത് 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം കണ്ടെത്തുക. അപ്പോൾ അടുത്തടുത്ത് 2 എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ 1400ഉം അതേ സംഖ്യ ഗുണിച്ചപ്പോൾ 1400ഉം കൂട്ടിയപ്പോൾ 81ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവ ഓരോന്നിൻ്റെയും തൊട്ടടുത്തുള്ള 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മളുടെ ഫസ്റ്റ് നമ്പർ ആദ്യ സംഖ്യ ഞാൻ എക്സ് എന്നെടുത്ത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത നമ്പർ എത്രയായിരിക്കും? അടുത്ത നമ്പർ 1 വീതമല്ലേ കൂട്ടി വരുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 1 2 എണ്ണൽ സംഖ്യയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് നമ്പർ രണ്ടാം സംഖ്യ ഞാൻ y എന്ന് കൊടുത്ത്. അപ്പോൾ തൊട്ടടുത്ത നമ്പർ എത്രയായിരിക്കും? y പ്ലസ് 1. ഇനി ഈ 2 സംഖ്യകളുടെ ഗുണനഫലം എക്സ് ഇൻറ്റു വൈ 1400ഉം തുക അതായത് സം എന്ന് പറയുന്നത് 81 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യകളുടെ ഈ 2 സംഖ്യകളുടെ ഗുണനഫലം എന്തായിരിക്കും? തൊട്ടടുത്ത് കിടക്കുന്ന ഈ 2 സംഖ്യകളുടെ ഗുണനഫലം എന്തായിരിക്കും? അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ആദ്യം ബ്രാക്കറ്റിൽ ഉള്ളിലേക്ക് ഗുണിക്കുക. എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു 1 എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് 1 ഇൻറ്റു എക്സ് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ വൈ പ്ലസ് 1 ഇൻറ്റു 1 1. ഇനി ഇത് എക്സ് പ്ലസ് വൈ ഇത് എക്സ് ഇൻറ്റു വൈ. എക്സ് പ്ലസ് വൈ എക്സ് ഇൻറ്റു വൈ നമുക്ക് 1400 അറിയാം. എക്സ് പ്ലസ് വൈ എത്രയെന്നറിയാം? 81 പ്ലസ് ഈ 1 എഴുതി. അപ്പോൾ 1400ഉം 81ഉം ഒന്നും തമ്മിൽ കൂട്ടിയ 1400 1400ഉം 80ഉം 1080 1 അപ്പോൾ 1482 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം അതായത് 2 ഓഡ് നമ്പറിൻ്റെ ഗുണനഫലം 621ഉം തുക 50ഉമാണ്. ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എടുക്കുക. ഒരൊറ്റ സംഖ്യ ഞാൻ 1 3 5 എടുത്ത്.
ഈ 1 കൂടെ എത്ര കൂട്ടിയാണ് 3 കിട്ടുക? 2 കൂട്ടിയാൽ 3 കൂടെ 2 കൂട്ടിയാൽ 5 കിട്ടും. അപ്പോൾ ഒരു ഒറ്റ സംഖ്യ ഞാൻ എക്സ് എന്നെടുത്താൽ അടുത്ത ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാൻ എക്സ് കൂടെ എത്ര കൂട്ടിയാൽ മതി? 2 കൂട്ടിയാൽ മതി. അതുപോലെ ഒരു ഒറ്റ സംഖ്യ ഞാൻ വൈ എന്നെടുത്താൽ അടുത്ത ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാൻ y + 2 ആണ് എടുക്കുക. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൽ 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എക്സും ഗുണനഫലം 621 തുക 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 നമ്പേഴ്സുകൾ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഡ് നമ്പർ ആദ്യ ഒറ്റ സംഖ്യ എക്സ് എന്നെടുത്തു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഒറ്റ സംഖ്യ എത്രയായിരിക്കും? എക്സ് + 2. ഇനി സെക്കൻഡ് ഓഡ് നമ്പർ എടുത്തു. രണ്ടാം ഒറ്റ സംഖ്യ ഞാൻ വൈ എന്നെടുത്താൽ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? y + 2 ആയിരിക്കും. ഈ ആദ്യത്തെ 2 ഒറ്റ സംഖ്യയുടെ ഗുണനഫലം ഗുണിക്കുക. x × y 621 അവയുടെ തുക x + y തുക സം 50 ആണ്. അങ്ങനെ ഇങ്ങ് തൊട്ടടുത്ത ഈ 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ് ഉത്തരം കിട്ടുക? നേരത്തെ ചെയ്തു അതുപോലെയൊക്കെ തന്നെയാണ് ഇത് ചെയ്യുക. അപ്പോൾ x + 2 × y + 2. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റുകൾ തമ്മിൽ ഗുണിക്കണുള്ളത് നമ്പേഴ്സ്. ആദ്യം x × y + 2x × 2 x × 2 + 2 × y + 2 × 2 x × y xy + 2 × x 2x + 2 × y 2y + 2 × 2 4. ഇനി ഇവിടെ രണ്ടിലും 2 കോമണാണ്, ഈ എക്സും വൈൻ്റെയും കൂടെ. അപ്പോൾ എക്സ് വൈ ഇതുപോലെ എഴുതി +2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് ബാക്കി x + y + 4. ഇനി x × y 621 + 2 × x + y എത്രയെന്നറിയാം? 50 + 4. ഇതിൻ്റെ ബാക്കി ഇനി ഇവിടെ എഴുതുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി അപ്പോൾ 621 + 2 × 50 50ൻ്റെ ഇരട്ടി എത്രയാണ്? 100 + 4. 600 100 700 720 724 725 725 ആണ് തൊട്ടടുത്ത 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ ഈ പാഠത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ പേജ് നമ്പർ 64 വരെയുള്ള ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എക്സാമൊക്കെ ആവാറായി, എല്ലാവരും ചെയ്ത് തന്നെ പഠിക്കുക. നമുക്കിനി എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോ ഞാൻ എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.